ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് എന്നുള്ള ടോപ്പിക് ആണ്. ഇതിൽ ആദ്യം എന്താണ് മോർഫോളജി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ് മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റ് മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാന്റ്, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് റൂട്ട്സ്, സ്റ്റം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് ഒരു പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് പ്ലാന്റ് മോർഫോളജി. ഇതിൽ ആദ്യം നമുക്ക് റൂട്ട് സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. ഈ ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്സ്, അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ദ ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ leads to the formation of primary root which bears lateral roots that are secondary, tertiary, etc. അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ റാഡിക്കളിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു? പ്രൈമറി റൂട്ട് ഫോം ചെയ്യുന്നു. ഇവിടെ ഡയഗ്രാം നോക്കൂ. ഡയഗ്രത്തിൽ പ്രൈമറി റൂട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ പ്രൈമറി റൂട്ട് ബിയേഴ്സ് ലാറ്ററൽ റൂട്ട്സ്. പ്രൈമറി റൂട്ടിൽ നിന്നും ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ റൂട്ട്സിനെ നമുക്ക് സെക്കൻഡറി റൂട്ട്സ് അല്ലെങ്കിൽ ടേർഷറി റൂട്ട്സ് എന്നെല്ലാം പറയാനായിട്ട് സാധിക്കും. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റംസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ടാപ്പ് റൂട്ട് സിസ്റ്റം നോക്കാം. ദ റാഡിക്കൽ ഇലോങ്ങേറ്റഡ് ഫോംസ് പ്രൈമറി റൂട്ട് ഓർ ടാപ്പ് റൂട്ട് ദാറ്റ് ബിയേഴ്സ് നമ്പർ ഓഫ് ലാറ്ററൽ റൂട്ട്സ്. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റാഡിക്കൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പ്രൈമറി റൂട്ട് ഫോം ചെയ്യുന്നു. ഓർ ടാപ്പ് റൂട്ട്, പ്രൈമറി റൂട്ട് ഓർ ടാപ്പ് റൂട്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ബിയേഴ്സ് നമ്പർ ഓഫ് ലാറ്ററൽ റൂട്ട്സ്. അപ്പൊ ഈ ഒരു പ്രൈമറി റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ടാപ്പ് റൂട്ടിൽ നിന്നും പിന്നീട് പല ലാറ്ററൽ റൂട്ട്സും ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. എക്സാമ്പിൾ മസ്റ്റാർഡ് പ്ലാന്റ്, കടുകിന്റെ ഒക്കെ പ്ലാന്റിൽ കാണുന്നത് ഈ ഒരു ടൈപ്പ് റൂട്ട് സിസ്റ്റം ആണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഓക്കെ, അവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് വൺ കാണിച്ചിട്ടുള്ളത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രൈമറി റൂട്ട് അഥവാ ടാപ്പ് റൂട്ട് ഉണ്ടാവുന്നു, അതിൽ നിന്നും വ്യത്യസ്ത ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് റൂട്ട് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫൈബേഴ്സ് പോലെ ആയിട്ട് കാണാണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് പോലെയാണ് കാണപ്പെടുന്നത്. മെയിൻലി ഫൗണ്ട് ഇൻ ഫേൺസ് ആൻഡ് ഇൻ ഓൾ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ്. ഓക്കെ, മോണോകോട്ട് പ്ലാന്റ്സിൽ അതുപോലെ തന്നെ ഫേൺസിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണുന്നത്. This root develops from thin, moderately branching roots or primary roots growing from the stem. Okay, fibrous root system develops from thin, moderately branching roots or primary roots growing from the stem. ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തിട്ടുള്ള ഡയഗ്രാം നോക്കൂ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത പോയിന്റ് നോക്കാം. The fibrous root system usually does not penetrate deep into the soil. ഓക്കെ, അതായത് ഈ ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വല്ലാതെ സോയിലിലേക്ക് ആഴ്ന്ന് ഇറങ്ങി പോവില്ല, അധികം അങ്ങ് പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. Therefore, on full maturity, these roots look like a mat or a carpet of the floor. അപ്പോൾ ഡയഗ്രത്തിൽ അവിടെ കാണിച്ചിട്ടുണ്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നോക്കൂ. ഇത് ശരിക്കൊരു കാർപ്പറ്റ് പോലെ അല്ലെങ്കിൽ ഒരു മാറ്റ് പോലെ സോയിലിൽ നിൽക്കുന്ന ടൈപ്പ് റൂട്ട് സിസ്റ്റം ആണ്. Wheat, paddy, grass, carrots, onions, then grasses are a few examples of monocotyledonous plants with the fibrous root system. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഏത് തരം പ്ലാന്റ്സിലാണ് കാണുന്നത്? മോണോകോട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത്. ഓർത്ത് വയ്ക്കാം, മോണോകോട്ട് പ്ലാന്റ്സിൽ കാണുന്ന റൂട്ട് സിസ്റ്റം ഏതാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. Then third one is adventitious root system. The roots which originate from any part of the plant body other than the radicle is called as adventitious root system. Okay, അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക. The roots which originated from any part of the plant body other than the radicle. നമുക്കറിയാം സാധാരണയായിട്ട് റാഡിക്കളിൽ നിന്നാണ് റൂട്ട് ഫോം ചെയ്യുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിൽ നിന്നും റാഡിക്കളിൽ നിന്നല്ലാതെ വേറെ പല ഭാഗങ്ങളിൽ നിന്നും റൂട്ട് ഫോം ചെയ്യും. അത്തരം റൂട്ട്സിനെ നമുക്ക് എന്ത് പറയാം? അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ഓൾ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ്. മോണോകോട്ട് പ്ലാന്റ്സിലും സാധാരണയായിട്ട് ഈ ഒരു ടൈപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോണോകോട്ട് പ്ലാന്റ്സിൽ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റവും കാണാറുണ്ട്. ചില മോണോകോട്ട് പ്ലാന്റ്സിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും കാണാറുണ്ട്. അപ്പോൾ അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഡയഗ്രാം ആണ് നോക്കൂ. അപ്പോൾ ഇവിടെ റാഡിക്കളിൽ നിന്നല്ല എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? റൂട്ട് സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത്. In plants, the adventitious root system is used for various purposes. Adventitious root system, it is used for various purposes like mechanical support, then vegetative propagation, etc.
മെക്കാനിക്കൽ സപ്പോർട്ട് കിട്ടാനായിട്ട് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഒരു പ്ലാന്റിന് ശരിക്കും നിൽക്കാനായിട്ടുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്നു. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Then banyan tree, maize, oak trees, horsetails are a few examples of monocotyledonous plants with the adventitious root system. Okay, അപ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിലാണ് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം കാണുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാം. Then next is functions of root. First one, storage. Okay, ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് ചില പ്ലാന്റ്സിലൊക്കെ റൂട്ട് സിസ്റ്റത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ ആങ്കറേജ്. ആങ്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്ലാന്റിന് ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ശരിക്ക് ചേർന്ന ഒരു സബ്സ്ട്രാറ്റത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ചേർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ, സോയിലൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? റൂട്ട് സിസ്റ്റം വേണം. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. Root system helps to absorb water and minerals and synthesis of plant growth regulators. Then next point നോക്കാം, regions of root. റൂട്ടിന്റെ പല ഭാഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം ഒന്ന് നോക്കാം. റൂട്ടിന്റെ ഒരു റൂട്ട് മാത്രമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. അതിൽ റൂട്ട് ഹെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, മുകൾ ഭാഗത്തായിട്ട് റൂട്ട് ഹെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റൂട്ട് ഹെയർ ഫോം ചെയ്യുന്ന ആ ഒരു പോർഷനെ നമുക്ക് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയാം. ഓക്കെ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വരുന്നുണ്ട്. റൂട്ടിന്റെ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വരുന്നുണ്ട്. ആ ഒരു പോർഷനിലാണ് റൂട്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പോർഷനിലായിട്ട് റൂട്ട് ക്യാപ്പ് കാണാനായിട്ട് സാധിക്കും. അതിന്റെ തൊട്ട് മുകളിലായിട്ട് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്നുള്ള ഒരു പോർഷനും കൂടി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്. ഇറ്റ് ഈസ് ദി കവറിംഗ് ഓഫ് റൂട്ട് അപെക്സ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ അപെക്സ്. ഓക്കെ, റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു പോർഷൻ ആണ് റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് ക്യാപ്പ്. ഇറ്റ് ഈസ് ദ കവറിംഗ് ഓഫ് റൂട്ട് അപെക്സ്. റൂട്ട് അപെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടിന്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷനാണ് അപെക്സ് റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. അതിപ്പോ ഷൂട്ട് ആണെങ്കിലും റൂട്ട് ആണെങ്കിലും ഒക്കെ അപെക്സ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു അറ്റത്ത് വരുന്ന പോർഷനെയാണ് അപെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കവറിംഗ് ഓഫ് ദ റൂട്ട് അപെക്സ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ അപെക്സ്. ടെൻഡർ അപെക്സ് എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന റൂട്ട് അപെക്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? റൂട്ട് ക്യാപ്പിനുള്ളത്. റീജിയൻ ഓഫ് മെരിസ്റ്റം, അടുത്ത റീജിയൻ നോക്കൂ. റീജിയൻ ഓഫ് മെരിസ്റ്റം, അതായത് റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലായിട്ട് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്നാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റീജിയൻ ഓഫ് മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റീജിയൻ ജസ്റ്റ് ബിഹൈൻഡ് ദ റൂട്ട് ക്യാപ്പ് ദാറ്റ് ഈസ് കാപ്പബിൾ ഓഫ് ആക്റ്റീവ് സെൽ ഡിവിഷൻ. ആക്റ്റീവ് സെൽ ഡിവിഷൻ നടക്കുന്ന ഭാഗമാണ് റീജിയൻ ഓഫ് മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ഡിവിഷൻ ശരിയായ രീതിയിൽ ആക്റ്റീവായിട്ട് സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് റീജിയൻ ഓഫ് മെരിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. റീജിയൻ ഓഫ് മെരിസ്റ്റത്തിന്റെ മുകളിലായിട്ട് എന്ത് കാണാം? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്നുള്ള ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും. The cells proximal to this region undergo rapid elongation and enlargement for the growth of rooting length. അതായത് റൂട്ടിന്റെ നീളം ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. The cells proximal to this region undergo rapid elongation. സെൽസിന് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ഇലോങ്ങേഷൻ സംഭവിക്കുന്നു, സെൽസിന് എൻലാർജ്മെന്റ് ഒക്കെ സംഭവിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? റൂട്ടിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. This is the proximal to the region of elongation gradually differentiate and mature. അതായത് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷന്റെ തൊട്ട് മുകളിലായിട്ട്, റീജിയൻ ഓഫ് ഇലോങ്ങേഷന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന പോർഷൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. Region of maturation. This is proximal to the region of elongation. Gradually differentiate and mature. Then region of root hairs. Root hair കാണുന്ന region. From the region of maturation, root hairs arise. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് root hairs അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. root hairs ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? region of maturation നിന്നാണ്. region of maturation നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? root hair ഫോം ചെയ്യുന്നു. From the region of maturation, root hairs arise and these root hairs absorb water and minerals from the soil. ഈ root hairs ആണ് സോയിലിൽ നിന്നും ആ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട്സ്. പ്രധാനമായിട്ടും റൂട്ട് മോഡിഫിക്കേഷനിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മെക്കാനിക്കൽ സപ്പോർട്ട്, ദെൻ സെക്കൻഡ് വൺ സ്റ്റോറേജ് ഓഫ് ഫുഡ്, ദെൻ തേർഡ് വൺ റെസ്പിറേഷൻ. ഓക്കെ, ഇത്രയും മോഡിഫിക്കേഷൻസ് ആണ് ഇതിൽ വരുന്നത്, റൂട്ട് മോഡിഫിക്കേഷനിൽ വരുന്നത്.
അതില് ഫസ്റ്റ് വൺ മെക്കാനിക്കൽ സപ്പോർട്ട്. നോക്കാം മെക്കാനിക്കൽ സപ്പോർട്ട്. ഇതിൽ രണ്ട് ടൈപ്പ് റൂട്ട്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടിൽറ്റ് റൂട്ട്സ്. പ്രോപ്പ് റൂട്ട്സിനെ കുറിച്ച് ആദ്യം പറയാം. ഇൻ ബനിയൻ ട്രീ അഡെൻറ്റേഷ്യസ് റൂട്ട്സ് ആർ മോഡിഫൈഡ് ആൻഡ് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഡയഗ്രാം നോക്കൂ. ബനിയൻ ട്രീയുടെ ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഡെൻറ്റേഷ്യസ് റൂട്ട്സ് ഫോം ചെയ്തതായിട്ട് കാണാം. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അഡെൻറ്റേഷ്യസ് റൂട്ട്സ് മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then second one is stilt roots. Okay, stilt roots. In maize and sugarcane, adventitious roots are supporting and coming out from the lower nodes of the stem. അതായത് ഷുഗർ കെയിനിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ടൈപ്പ് റൂട്ട്സ് ആണ് സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഡയഗ്രാം നോക്കൂ. ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റിൽറ്റ് റൂട്ട്സ്. ഇത് ആ ഒരു ഷുഗർ കെയിൻ ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ്. റൂട്ട്സിൽ ഫുഡ് സ്റ്റോറേജ് നടക്കുന്നുണ്ട്. ചില പ്ലാന്റ്സിലൊക്കെ റൂട്ടിൽ ഫുഡ് സ്റ്റോറേജ് നടക്കുന്നുണ്ട്. നോക്കാം. ഇൻ ദ കേസ് ഓഫ് കാരറ്റ്സ് ആൻഡ് ടർപ്പിൻസ് ദ ടാപ്പ് റൂട്ട്സ് ആർ മോഡിഫൈഡ് ഫോർ ഫുഡ് സ്റ്റോറേജ്. കാരറ്റിലും ടർപ്പിൻസിലും ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ടാണ്. ഓർത്ത് വയ്ക്കുക, ടാപ്പ് റൂട്ടാണ്. But in the case of sweet potato, adventitious roots are swollen and store food. എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെ മധുരക്കിഴങ്ങിന്റെ കേസിലൊക്കെ എന്താണ്? അഡെൻറ്റേഷ്യസ് റൂട്ട്സ് ആണ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ റിപ്പീറ്റ്. In the case of carrot and terpenes, the taproot are modified for food storage. But in the case of sweet potato, the adventitious roots are modified for food storage. Third point, respiration. നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് റെസ്പിറേഷന് വേണ്ടിയിട്ടും ചില പ്ലാന്റ്സിൽ റൂട്ട് മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. നോക്കാം. റൈസോഫോറ ഗ്രോയിങ് ഇൻ സ്വാംപി ഏരിയ. സ്വാംപി ഏരിയാസിൽ കാണുന്ന റൈസോഫോറയില് many roots come out of the ground and grow vertically upwards. Many roots come out of the ground and grow vertically upwards. Such roots are called as pneumatophores. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതായത് റൈസോഫോറ എന്ന് പറയുന്ന പ്ലാന്റ്സില് അതിന്റെ റൂട്ട് മുകളിലേക്ക്, മെനി റൂട്ട്സ് കം ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ടൈപ്പ് റൂട്ടാണ്. Okay, and they are grow vertically upwards, and such roots are called as pneumatophores, and this pneumatophores helps in the process of respiration. Okay, അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയഗ്രത്തിൽ നോക്കൂ. അവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് ന്യൂമാറ്റോഫോഴ്സിന്റെ ഡയഗ്രാം ആണ്. സോയിലിൽ നിന്ന് മുകളിലേക്കാണ് റൂട്ട് ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റൂട്ട് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. Then next topic is stem. സ്റ്റെമ്മിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് നോക്കാം. ദ സ്റ്റെം ഡെവലപ്സ് ഫ്രം ദ പ്ലൂമ്യൂൾ ആൻഡ് എപ്പികോട്ടൈൽ ഓഫ് ദി എംബ്രിയോ. സ്റ്റെം എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഡെവലപ്സ് ഫ്രം പ്ലൂമ്യൂൾ ആൻഡ് എപ്പികോട്ടൈൽ ഓഫ് ദി എംബ്രിയോ. സ്റ്റെം ഡെവലപ്സ് ഫ്രം പ്ലൂമ്യൂൾ ആൻഡ് എപ്പികോട്ടൈൽ ഓഫ് ദി embryo. The stem is erect and grows away from the soil towards the light. The stem is erect and grows away from the soil towards the light. Stem എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് സോയിലിൽ നിന്നും സൺലൈറ്റ് എവിടെ നിന്നാണോ ലഭിക്കുന്നത് ആ സൺലൈറ്റിന്റെ നേരേക്കാണ് സ്റ്റെം വളരുന്നത്. There is a terminal bud at the apex of the stem. സ്റ്റെമ്മിന്റെ അപ്പെക്സ് റീജിയനിൽ അറ്റത്തായിട്ട് ഒരു ടെർമിനൽ ബഡ് ഉണ്ടായിരിക്കും. There is a terminal bud at the apex of the stem. In angiosperms, the shoot is differentiated into nodes and internodes. In the case of angiosperms എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലെ, ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ്. In the case of angiosperms, the shoot is differentiated into nodes and internodes. Shoot system. സ്റ്റെമ്മില് എന്തുണ്ടാവും? നോഡ്സും ഇന്റർനോഡ്സും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഡയഗ്രത്തിൽ നോക്കൂ, നോഡ്സും ഇന്റർനോഡ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോഡ്സും ഇന്റർനോഡ്സും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് ഒരു ഷൂട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഏത് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും? നോഡ്സും ഇന്റർനോഡ്സും ഉണ്ടായിരിക്കും. യങ് സ്റ്റെംസ് ആർ ഗ്രീൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. യങ് ആയിട്ടുള്ള സ്റ്റെം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കും ആയിരിക്കും. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. Then multicellular hair is present. The stem and the branches of mature plants bear fruits and flowers. The stem and the branches of mature plants bear fruits and flowers. സ്റ്റെമ്മിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. Then ഇനി ഫങ്ഷൻസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. സ്റ്റെം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് സപ്പോർട്ട് ദി ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. It also conducts water, minerals and do photosynthesis. ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടറും മിനറൽസും ഒക്കെ
കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റെം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. സ്റ്റെമ്മിലുള്ള മോഡിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റോറേജ് ഓഫ് ഫുഡ്. സ്റ്റോറേജ് ഓഫ് ഫുഡ് നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഓഫ് പൊട്ടറ്റോ, ജിഞ്ചർ, ടർമറിക്. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഓഫ് പൊട്ടറ്റോ, ജിഞ്ചർ, ടർമറിക്, zamincan, colocasia are modified to store food. Then climbing. Stem tendrils which develop from axillary buds are slender and spirally coiled that help the plants to climb. അതായത് ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെമ്മിന്റെ അറ്റത്തായിട്ട് സ്റ്റെം ടെൻഡ്രിൽസ്, സ്പ്രിംഗ് പോലെയുള്ള ടെൻഡ്രിൽസ് കാണാനായിട്ട് സാധിക്കും. വിച്ച് ഡെവലപ്പ് ഫ്രം ആക്സിലറി ബഡ് ആർ സ്ലൻഡർ ആൻഡ് സ്പൈറലി കോയിൽഡ് ദാറ്റ് ഹെൽപ് ദ plants to climb. Example in gourds, cucumber, pumpkin, watermelon, grapevines എല്ലാം. മുന്തിരിയിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ അതിന്റെ പ്ലാന്റിലെ ചെറിയ സ്പ്രിംഗ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? ക്ലൈംബിങ്ങിന് സഹായിക്കുന്നുണ്ട്. Then protection. Axillary buds or stem are modified into woody, straight and pointed thorns. Okay, pointed thorns. മുള്ളു പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാറുണ്ട്. ചില സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ട് മുള്ള പോലെയുള്ള സ്ട്രക്ചേഴ്സ് തോൺ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻ സിട്രസ്, ബൊഗൈൻവില്ലേ, തോൺസ് പ്രൊട്ടക്ട് ദ പ്ലാന്റ്സ് ഫ്രം ബ്രൗസിംഗ് ആനിമൽസ്. കടലാസ് പൂവിന്റെ ചെടി, അതുപോലെ നാരങ്ങയുടെ മരത്തിലൊക്കെ എന്ത് കാണാനായിട്ട് സാധിക്കും? തോൺ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് മുള്ള് കാണാനായിട്ട് സാധിക്കും. ഇത് എന്തിനെ സഹായിക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട്, മറ്റുള്ള ആനിമൽസിൽ നിന്നൊക്കെ ഈ ഒരു പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ fourth one is photosynthesis. പ്രകാശ സംശ്ലേഷണം അല്ലെ? In the case of opentia, or fleshy cylindrical in the case of euphorbia, then they contain chlorophyll and carry out photosynthesis. They contain chlorophyll. Chlorophyll അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനെ സഹായിക്കുന്നു? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. Then vegetative propagation. Vegetative propagation. In grass and strawberry, stems spread to new niches, and when older part die, new plants are formed. In mint and jasmine, the lateral branch arises from the base of the main axis and after growing aerially for some time downwards to touch the ground. Then next point nokam. In pistia and Eichhornia, the lateral branch with short internodes and each node bearing a rosette of leaves and a tuft of roots. In the case of banana, pineapple and chrysanthemum, the lateral branches originate from the basal underground portion of the main stem, grow horizontally beneath the soil and then come out obliquely upward, giving rise to leafy shoots. The next topic is leaf. It is the flattened structure develops at the node and bears a bud in its axil. Okay, it is a flattened structure develops at the node and bears a bud in its axil. The axillary bud later develops into branch. Axillary bud പിന്നീട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? ബ്രാഞ്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. They are the most important organs for the photosynthesis. Leaves are the most important vegetative organs for photosynthesis. Some plants leaf base bear two lateral stipules. ചില പ്ലാന്റ്സിൽ ലീഫ് ബേസിൽ നിന്നും രണ്ട് ലാറ്ററൽ സ്റ്റിപ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡയഗ്രത്തിൽ നോക്കൂ, സ്റ്റിപ്യൂൾസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീഫിന്റെ താഴെയായിട്ട് സ്റ്റിപ്യൂൾ അവിടെ മാർക്ക് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ചില പ്ലാന്റ്സിൽ ലീഫിന്റെ ബേസ് റീജിയനിൽ നിന്നും രണ്ട് സ്റ്റിപ്യൂൾസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇനി മോണോകോട്ടിൽനസ്, the leaf base expands into a sheath covering the stem. In some leguminous plants, the leaf base becomes swollen. ലെഗുമിനസ് പ്ലാന്റ്സ്, പയർ ചെടികളിലെല്ലാം, ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പയർ വർഗത്തിൽ പെടുന്ന ചെടികളാണ് അല്ലെ? In the case of some leguminous plants, the leaf base becomes swollen, which is called as the pulvinus. സ്വള്ളനായി നിൽക്കുന്ന പോർഷനെ നമുക്ക് എന്ത് പറയാം? പൾവിനസ് എന്ന് പറയാം. The laminae or the leaf blade is the green expanded part of the leaf with veins and veinlets. The lamina or leaf blade, lamina എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലീഫ് ബ്ലേഡ് ആണ് കേട്ടോ. Okay, it is the green expanded part of the leaf with veins and veinlets. അപ്പോൾ ആ ഒരു ലീഫ് ബ്ലേഡിലാണ് എന്ത് കാണുന്നത്? വെയിൻസും വെയിൻലെറ്റ്സും എല്ലാം ഫോം ചെയ്യുന്നത്. The middle prominent vein, which is known as the midrib. അപ്പോൾ മിഡ്രിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫിന്റെ മിഡിൽ കാണുന്ന, ഏറ്റവും മിഡിലായിട്ട് കാണുന്ന ഈ ഒരു വെയിനെയാണ് മിഡ്രിബ് എന്ന് പറയുന്നത്. ദ മിഡിൽ പ്രോമിനന്റ് വെയിൻ വിച്ച് ഈസ് നോൺ ആസ് ദി മിഡ്രിബ്.